വാർത്തകളിലേക്ക് വിശദമായി. നോട്ട് നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ച് സുപ്രീംകോടതി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാർ വിധിച്ചു. ഉത്തരവ് നിയമവിരുദ്ധമെന്നായിരുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നവിധി. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയല്ല നിയമനിർമ്മാണമാണ് വേണ്ടിയിരുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസമാണ്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള 58 ഹർജികളാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് തീർപ്പാക്കിയത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്നും അതിനാൽ തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് BR ഗവായ് വിധിച്ചു. സാമ്പത്തിക വിഷയങ്ങളിൽ അധികാരം സർക്കാരിനാണ്. റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാം. കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിരുന്നു. നിരോധനം ലക്ഷ്യം കണ്ടോ എന്ന് പ്രസക്തമല്ലെന്നും അസാധുവായ നോട്ടുകൾ മാറ്റാൻ ആവശ്യത്തിന് സമയം അനുവദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ഗവായ്. ഭരണഘടനാ ബെഞ്ചിലെ മറ്റംഗങ്ങളായ ജസ്റ്റിസ് S അബ്ദുൽ നസീർ, AS ബൊപ്പണ്ണ, V രാമസുബ്രഹ്മണ്യൻ എന്നിവരും കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചു. എന്നാൽ ഭിന്ന വിധിയായിരുന്നു ജസ്റ്റിസ് BV നാഗരത്നയുടേത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല നോട്ട് നിരോധനം. 24 മണിക്കൂറിനുള്ളിലാണ് തീരുമാനമുണ്ടായത്. റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടതല്ല, മറിച്ച് സർക്കാരിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു നിരോധനം. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നിരോധനം നടപ്പാക്കാനാകില്ലെന്നും നിയമനിർമ്മാണം വേണമായിരുന്നുവെന്നും ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സുപ്രീംകോടതി വിധിയിൽ കോടതി പരിശോധിച്ചത് ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. നോട്ട് നിരോധന വിധിയിൽ ഭിന്നവിധിയുണ്ട്. നോട്ട് നിരോധനം കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ലെന്നും വേണ്ടത്ര ആലോചനയില്ലാതെയാണ് പല നടപടികളും കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം വിധിക്കെതിരെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും രംഗത്ത് വന്നു. പുതിയ നോട്ടുമായി പഴയ നോട്ട് കൈമാറാൻ 52 ദിവസം സമയം നൽകിയെന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണം അസംബന്ധമാണ്. നരേന്ദ്രമോദിയെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഡൽഹി നായർ പരാമർശം പിൻവലിച്ചും ശശി തരൂരിനെ പുകഴ്ത്തിയും NSS. തരൂർ കേരളപുത്രനാണെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ മന്നം ജയന്തി സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു നായർക്ക് മറ്റൊരു നായരെ ഇഷ്ടമാകാത്ത അവസ്ഥ തനിക്ക് കോൺഗ്രസിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉന്നം വെച്ച് തരൂർ തുറന്നടിച്ചു. NSS വേദിയിൽ എത്തിക്കുക മാത്രമല്ല, തരൂരിനോടുള്ള നിലപാട് തിരുത്തി പ്രഖ്യാപിക്കുകയായിരുന്നു G സുകുമാരൻ നായർ. തരൂരിനെ വാനോളം പുകഴ്ത്തിയ സുകുമാരൻ നായർ മുൻപ് പറഞ്ഞത് തെറ്റായിപ്പോയെന്നും പരസ്യമായി പറഞ്ഞു. ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായരാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ആ തെറ്റ് തിരുത്താനും കൂടിയാണ് അദ്ദേഹത്തെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഡൽഹി നായരല്ല, കേരളപുത്രനാണ്, വിശ്വപൗരനാണ്. മന്നത്ത് പത്മനാഭനെയും G സുകുമാരൻ നായരെയും വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ശശി തരൂരിന്റെ പ്രസംഗം. ഇടയ്ക്ക് മന്നത്തിന്റെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരോക്ഷമായി ഉന്നവെക്കാനും തരൂർ തയ്യാറായി. ഒരു നായക്ക് മറ്റൊരു നായരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു 10-80 വർഷം മുമ്പാണ്, അല്ല 100 വർഷം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രമല്ല ഉദ്ദേശിച്ചതെന്ന് തരൂർ വിശദീകരിച്ചു. അല്ല, ഞാൻ ആരെയും ഉദ്ദേശിച്ചെന്ന് പറയണ്ട. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ വാചകം മന്നത്തിന് ഞാൻ കോട്ട് ചെയ്തു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരുന്നു. അപ്പൊ അത് ആ അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് പറയായിരുന്നില്ല. NSS ആസ്ഥാനത്തെത്തിയ ശശി തരൂരിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സദസ്സിലിരിക്കെയാണ് തരൂർ പ്രസംഗിച്ചത്. മാധ്യമങ്ങൾ എത്തും മുൻപേ രാവിലെ 8 മണിയോടെ രമേശ് ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങി. NSSന് രാഷ്ട്രീയമായി തരൂരിലാണ് ഇനി പ്രതീക്ഷ എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തവണത്തെ മന്നം ജയന്തി. ന്യൂസ് 18 കോട്ടയം. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്, വിവാദമല്ല അപവാദമാണ് നടക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ജാതി തിരിച്ചുള്ള ഗുണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. 10-25 ജാതികളുണ്ട്.
നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് മാത്രമല്ല, OBC, LEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്, എനിക്ക് പറഞ്ഞുകൂടാ. അതിനവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ 2014 മുതൽ അതിനെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി, അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടത്, എല്ലാ റിസർവേഷനും എല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാത്തവർ. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെയും അടൂർ ഗോപാലകൃഷ്ണൻ, പഠിക്കാൻ വരുന്നവർ സമരം ചെയ്യില്ല, വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറാകണം, അല്ലാത്തവർ വേഗം പിരിഞ്ഞു പോകണമെന്നും അടൂർ പറഞ്ഞു. ഈ നമുക്ക് സ്ട്രൈക്കും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സമയം എവിടെ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് 1 മാസം 2 മാസം 3 മാസമൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ എവിടെ സമയം? അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാ സ്ട്രൈക്ക് ചെയ്യുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? കുറച്ചുകൂടിയൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്രീഡത്തിന്റെ കാര്യത്തിൽ. അവരുടെ ഫ്രീഡം എന്തുവാണ്? അവർക്ക് ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമയെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റിയുള്ള പണ്ട് ബിർളാസൻ പറയുമായിരുന്നു, യു ഷുഡ് വാച്ച് ഫിലിംസ്, യു ഷുഡ് ഡ്രീം ഫിലിംസ്, യു ഷുഡ് ലീവ് ഫിലിംസ്. സിനിമ പഠിക്കാൻ വന്നവർ ചെയ്യേണ്ടത് അതാണ്. അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല അവർക്ക്. അതായിരിക്കണം. കാരണം ഉള്ള സമയം കൊണ്ട്, കാരണം ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് സിനിമ എടുക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ 50, 40, 45, 50 ഒക്കെ വയസ്സാണ് ആരുടെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട്. ഇത് 2 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ലോകത്തിലുണ്ടായിട്ടുള്ള മാസ്റ്റർ പീസസ് മുഴുവൻ കണ്ട് ഇതിനെപ്പറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായി. അവിടെ വരുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് അവിടെ വന്ന് ട്രാൻസ്ഫോം ചെയ്യും അവരെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അതിന് നമ്മൾ വിധേയനാവണം. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവന് എന്ത് പഠിപ്പിക്കാൻ പറ്റും? ആയുർവേദത്തിൽ പറയും, വിധേയനെ ചികിത്സിക്കരുതെന്ന് പറയും, അവിധേയനെ. അതായത് ഈ ചികിത്സ കൊണ്ട് എനിക്ക് ഭേദമാകും എന്ന് വിചാരിക്കുന്നതിനെ മാത്രമേ ചികിത്സിക്കാവുന്നതാണ്. കാരണം ഈ ഇവിടുത്തെ പഠനം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാകും, എൻ്റെ അധ്യാപകരെ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ് എന്ന് ധാരണ ഉണ്ടായെങ്കിലേ ശരിയാവുള്ളൂ. ഇവരെല്ലാം പുച്ഛമായിട്ടൊരുത്തനോടൊന്ന് പഠിക്കാൻ വരരുത്, അവർ പിരിഞ്ഞു പോകണം എത്രയും വേഗം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വനിതാ ജീവനക്കാരെയും അധിക്ഷേപിച്ച് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ, പരാതി പറഞ്ഞ് അവർ സ്റ്റാറായി, നന്നായി ഉടുത്തൊരുങ്ങിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്, വിമൻ സിനിമ കളക്റ്റീവ് അംഗങ്ങളെ പോലെയാണ് അവർ നിൽക്കുന്നതെന്നും അടൂർ പറഞ്ഞു. 4-5 പെണ്ണുങ്ങളുണ്ട് അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയുന്നത് ഞങ്ങളെല്ലാം വിധവമാരാണെന്ന്. 2 പേർക്കേ ഉള്ളൂ ഭർത്താവ് മരിച്ചിട്ടുള്ളത്, 4 പേർക്കും ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? പച്ചക്കള്ള അവരെ പഠിപ്പിച്ചുവിട്ടിരിക്കുകയാണ്. ഈ TV-യുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇപ്പോൾ സ്റ്റാഴ്സ് അവർ ഈ 4-5 പെണ്ണുങ്ങൾ നന്നായിട്ട് കൊടുത്തുരിങ്ങിയൊക്കെയാണ് എല്ലാം പോകുന്നത്. ഇപ്പം വിമൻസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, WCC എന്ന് പറയുന്നത്. അവരൊക്കെ വരുമ്പോഴത്തേക്ക് അവരിൽ ഒരാളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. അത്ര വളരെ സ്റ്റൈലായി താരങ്ങളായിട്ട് മാറി. ദിവസവും ഇൻ്റർവ്യൂ വരാൻ ആളുകൾ എത്തുന്നു. അപ്പോൾ അത് വ്യക്തിപരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ മറുപടി നൽകുമ്പോൾ അതൊരു വീണ്ടും ഒരു അല്ലല്ല, അവരിപ്പോൾ സ്റ്റാർസ് പോലെയാണ്. കാരണം അവർ ദേ ആർ ഗിവിങ് ഇൻ്റർവ്യൂസ് റെഗുലർലി. അവർക്കപ്പം പഠിച്ചു കഴിഞ്ഞവർ. അവർ നേരത്തെ ഇതൊന്നും പറയാൻ കഴിവുള്ളവരായിരുന്നില്ല, അവരെ എല്ലാം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ട്രെയിൻ ചെയ്യിക്കാൻ ആളുണ്ട് എന്നാണ് താങ്കൾ? ആളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കണ്ണൂർ അയ്യൻകുന്നിൽ ചുവപ്പ് മാർക്ക് അടയാളപ്പെടുത്തിയത് കർണാടക വനം വകുപ്പല്ലെന്ന സ്ഥിരീകരണം. അടയാളപ്പെടുത്തിയത് ബഫർ സോണിനായല്ല, നാഷണൽ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രോജക്ടിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് അടയാളങ്ങളിട്ടത്. മനു ഭരത്തുണ്ട് വിവരങ്ങളുമായി. മനു, ഏറ്റവും ഒടുവിൽ ADM ഈ സർവേക്കുള്ള അനുമതി നിഷേധിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? അല്ല, ഇതിന്റെ രേഖകളൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഇവർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലായി. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ അനുമതിയില്ലാതെ ഇത്തരത്തിൽ മാപ്പിംഗ് നടത്താനാവില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തതിന് ശേഷം മാത്രമേ മാപ്പിംഗ് തുടരാനാവൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലപാട്. നാളെ ഇവരോട്, ഈ 2 ഉദ്യോഗസ്ഥരോട്, അതായത് ഈ ഗൗരവ് കുമാർ, അയാൾ സീനിയർ ജിയോ ഫിസിസ്റ്റാണ്, അതുപോലെ ബിശ്വജിത് പാൽ, അയാൾ ഇതിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്. ഇവർ 2 പേരോടും കലക്ടറേറ്റിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ കലക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകും. അതുവരെ അവർ ഇപ്പോൾ പോലീസിന് സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഇത്തരത്തിൽ അടയാളപ്പെടുത്തണമെങ്കിൽ അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി വാങ്ങിക്കണം എന്നതാണ് നിലപാട്. ഏതായാലും ഇവരിത് കർണാടകത്തിലാണ് പ്രധാനമായും ഈ പ്രോജക്റ്റ് ഉണ്ടായിരുന്നത്. നാഷണൽ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്.
ആ പ്രോജക്റ്റ് ഉണ്ടായിരുന്നത് കർണാടകത്തിലാണ്. കേരളത്തിലെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരവിടെ കുറച്ച് 2 വാർഡുകളിലായി ചിലയിടങ്ങളിൽ കൊണ്ടുപോയി അടയാളങ്ങൾ ഇട്ടു എന്നുള്ളതാണ്. അത് ഇത്ര വലിയൊരു പ്രശ്നമാകുമെന്ന് അവരും ചിന്തിച്ചില്ല. കാരണം ഈ ബഫർ സോണിൻ്റെ ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അടയാളങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. കാരണം 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രത്താണ് ഈ അടയാളങ്ങൾ കണ്ടത്. 500ഓളം പേർക്ക് അവിടെ ഭൂമിയുണ്ട്. അതിനി മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ അവിടെ ഈ ആശങ്കയ്ക്ക് അത് വഴിവെച്ചു. ഏതായാലും ഇപ്പോൾ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എല്ലാവർക്കും ആശ്വസിക്കാം. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ പ്രകാരമായി കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി നടന്ന മാപ്പിംഗ് ആണ്. നാഷണൽ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഈ അടയാളങ്ങൾ ഇട്ടത്. അതുകൊണ്ട് തന്നെ ബഫർ സോണിന്റെ ഭാഗമല്ല. ആ വിധത്തിൽ ആശങ്കയുണ്ടായിരുന്നവർക്ക് ആശ്വസിക്കാം എന്നതാണ് മനു റിപ്പോർട്ട് ചെയ്യുന്നത്. ആ പ്രതികരണം കൂടി കാണാം. नहीं सर, हम लोग ऐसा तो इलीगल नहीं है. वी हैव फ्रॉम द सेंट्रल गवर्नमेंट मिनरल एक्सप्लोरेशन MECL और वर्किंग बिहान ऑफ GSI. our basically point is that कि what is the mapping, geophysical mapping. Earlier we have completed 4 projects in Karnataka, first in Puttur and Kodlipet, Gonikappal and Hassan district. Okay, next project is here. Yesterday we come in the Srikanpura. Yesterday come. Okay. नहीं मिनरल्स नहीं. This is the basically government project. We have all the officials. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ജിയോ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ധാതു സർവേയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ പേപ്പർ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഒരു പെർമിഷൻ എടുക്കാത്ത സ്ഥിതിക്ക് സർവേ ഇനി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രം കേരളത്തിൻ്റെ ഭാഗത്ത് സർവേ നടത്തിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയത്. അവർ ശ്രീകണ്ഠാപുരത്ത് ഒരു ഹോട്ടലിലാണ് മുറി എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും പോലീസിനോട് നിരീക്ഷിക്കാനും അവരെ ഇപ്പോൾ അവർ പറഞ്ഞൊരു വിശ്വാസത്തിൻ്റെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ പോലും പോലീസ് ഇന്ന് അവരുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും അവരുണ്ടാകുക. കലോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മത്സരാർത്ഥികളുടെ സംഘം കോഴിക്കോട്ട് എത്തി തുടങ്ങി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നെത്തിയ ആദ്യ സംഘത്തെ മധുരം നൽകി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും സ്വീകരിച്ചു. ഒരു മണിക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസിലാണ് ആദ്യ സംഘം മത്സരാർത്ഥികൾ കോഴിക്കോട്ടെത്തിയത്. താളമേള വാദ്യങ്ങളോടെയായിരുന്നു കലോത്സവ മത്സരാർത്ഥികൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. കോഴിക്കോടൻ ഹലുവയുമായി കാത്തുനിന്ന മന്ത്രിമാരായ VS ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും കുട്ടികൾക്ക് മധുരം നൽകി. സ്റ്റേഷന് പുറത്ത് കാത്തുനിന്ന ബസ്സുകളിലേക്ക് മത്സരാർത്ഥികൾ ഓരോരുത്തരായി കയറി. ഇതിനിടെ വരവേൽപ്പിന്റെ ആഹ്ലാദം കുട്ടികൾ പങ്കുവച്ചു. ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട്. അപ്പൊ അതിനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. സ്റ്റേറ്റിലാണ് ഞങ്ങൾ ഫസ്റ്റാ വരുന്നത്. അപ്പം അതിനായിട്ടുള്ള കൊല്ലം. ആദ്യം വന്ന ബസ്സിനകത്ത് കുട്ടികൾക്കൊപ്പം മന്ത്രിമാരും കയറി. അല്പനേരം കുശലം പറഞ്ഞു. മത്സരാർത്ഥികളെയും കയറ്റിയുള്ള ബസ്സുകൾ താമസ സ്ഥലത്തേക്ക് നീങ്ങി. ന്യൂസ് 18 കോഴിക്കോട്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. വാർത്തകൾ തുടരുന്നു. 6 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് യാത്ര ആരംഭിക്കുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ചൈന, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് പരിശോധന നടത്തേണ്ടത്. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനാനുമതി ഉണ്ടാവൂ എന്ന് നേരത്തെ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. മുസ്ലിം ലീഗ് വിളിച്ച സമുദായ സംഘടനകളുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് സമ്മേളനത്തിൽ നിന്ന് പാണക്കാട് കുടുംബത്തെ വിലക്കിയ സമസ്തയ്ക്കുള്ള മറുപടിയാണ് ബഹിഷ്കരണമെന്ന്
KNM നേതൃത്വം വ്യക്തമാക്കി. എന്നാൽ മറ്റു പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് സമ്മേളനത്തിനെത്താനായില്ല എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മറുപടി. KNM ബഹിഷ്കരണത്തെക്കുറിച്ച് പ്രതികരിക്കാനും മുസ്ലിം ലീഗ് അധ്യക്ഷൻ തയ്യാറായില്ല. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ച പാണക്കാട് കുടുംബത്തിനും അവരെ വിലക്കിയ സമസ്ത നേതൃത്വത്തിനും അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് KNM. ഏക സിവിൽ കോഡ്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നിവ ചർച്ച ചെയ്യാൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ വിളിച്ച യോഗത്തിൽ മുജാഹിദ് നേതാക്കൾ പങ്കെടുത്തില്ല. സമസ്ത വിലക്കിനെ തുടർന്ന് പാണക്കാട് കുടുംബം സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന്റെ തുടർച്ചയായിരുന്നു കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മുജാഹിദ് നേതാക്കളുടെ തീരുമാനവും. മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും സമസ്ത നിയന്ത്രിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കളായതുകൊണ്ടാണ് പാണക്കാട് കുടുംബത്തെ ക്ഷണിച്ചതെന്ന് KNM സെക്രട്ടറി അബ്ദുൽ മജീദ് സൊലാഹി വ്യക്തമാക്കി. പാണക്കാട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി എത്രകാലം സമസ്ത മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ചോദിച്ചു. സമ്മേളനത്തിലും സമസ്തക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ദുർബലപ്പെടുക സമസ്തയാണ്. ദുർവാശിയുടെ ദുഷാഢ്യത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാഞ്ഞതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചു. ഞാൻ നേരത്തെ ഏറ്റ പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുള്ളതുകൊണ്ട് അങ്ങനെ അത് അവരുമായി സംസാരിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും ബഹിഷ്കരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സാദിഖ് അലി തങ്ങൾ തയ്യാറായില്ല. സമസ്തയോടാണ് പ്രശ്നമെന്ന് KNM വിശദീകരിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണം ആർക്കെന്ന ചോദ്യം കൂടി ഈ വിവാദത്തിനൊപ്പം ഉയരുന്നുണ്ട്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. നിരവധി കേസുകളിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സുനുപിനെതിരെ നടപടി കടുപ്പിച്ച് DGP. നാളെ രാവിലെ 11-ന് പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാൻ DGP നോട്ടീസ് നൽകി. പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം വിശദീകരിക്കാനാണ് ഹാജരാകേണ്ടത്. പിരിച്ചുവിടുന്നതിൽ തീരുമാനം മറ്റന്നാൾ ഉണ്ടായേക്കും. പീഡനം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇൻസ്പെക്ടർ PR സുനു. എറണാകുളത്ത് മണൽ കടത്താൻ പോലീസ് കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അയ്യമ്പുഴ ഗ്രേഡ് SI ബൈജുക്കുട്ടൻ പണം ചോദിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.